ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് പോവാം അങ്ങനെയായിട്ട് ഇങ്ങനെ ഹീറോയിൻ്റെ ജിമിൻ ക്ലോസ് ആണ് ഈ ചങ്കൊക്കെ ഒരു മാത്രമാകാൻ തുടങ്ങിയ ചങ്കൊക്കെ ഹീറോയിനെ ഒഴിച്ച് കുറച്ച് കുറച്ച് പിടിക്കാൻ തുടങ്ങിയാണ് ഹീറോയിൻ്റെ ക്യാരക്ടർ പിടിക്കുകയാണ് ചങ്കൊക്കെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ചങ്കൊക്കെ എന്ത് ചെയ്യാൻ പറയില്ലായിരുന്നു ഹീറോയിൻ്റെ ക്യാരക്ടർ ചങ്കൊക്കെ ഒരു ഇഷ്ടമായിരുന്നു അത് മാത്രമല്ല ചങ്കൊക്കെ ജിമ്മിൻ ക്ലോസ് എന്ന് കാണുമ്പോൾ ചങ്കൊക്കെ ജലാസാൻ തുടങ്ങിയായിരുന്നു ജിമ്മിന് വേണമെന്ന് ഹീറോയിനെ ടച്ച് ചെയ്യുന്ന സംസാരിക്കായിരുന്നു ഹീറോയിൻ കൂടെ ക്ലോസ് ആയിട്ട് എവിടെയൊക്കെ പോകുമ്പോൾ ഹീറോയിനെ കൂടെ എവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കറക്റ്റ് ഹീറോയിൻ്റെ ഒരു ഷോപ്പിംഗ് ഇങ്ങനെ പോവാണ് ചങ്കുക്ക് ഭയങ്കര കൂടി കൂടി ജലസാൻ തുടങ്ങിയായിരുന്നു ചങ്കുക്ക് ജിമ്മിനിപ്പോൾ പറയായിരുന്നു പറഞ്ഞേക്ക് പ്രിയ എന്താ എന്താന്ന് പറയാം ഇനി ഹീറോയി പറയായിരുന്നു അതുകൊണ്ട് ഹീറോയിൻ്റെ പറയായിരുന്നു എനിക്ക് നിൻ്റെ ചേച്ചിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ എൻ്റെ ചേച്ചിനെ മാരേജ് കഴിക്കാം എന്നെ ഹീറോയിനോട് പറയായിരുന്നു അതെ ഹീറോയ്ക്ക് ഒരു ചേച്ചിയുണ്ട് ഫാമിലിയാണ് ഹീറോയിൻ്റെ അതെ ഹീറോയിൻ്റെ പറഞ്ഞ ചേച്ചി പറഞ്ഞു ജിമിൻ ബ്രോ അതായത് ചേച്ചിയല്ല അതെൻ്റെ സീനിയറാ അതെ അതെ എൻ്റെ സീനിയർ എനിക്ക് ചേച്ചി മതി എൻ്റെ വീടിനടുത്തുള്ളത് എനിക്ക് ആ ചേച്ചി പ്ലീസ് കറക്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ നിൻ്റെ ചേച്ചി മതി ഞാൻ പറയാം ശരി ഞാൻ ഹെൽപ്പ് ചെയ്യാം അത് ജങ്കുക്ക് എനിക്ക് ജങ്കുക്കിന് ഒരുപാട് ഇഷ്ടമാണ് ജങ്കുക്ക് മാമനെ എൻ്റെ ജങ്കുക്ക് മാമനെ കറക്റ്റ് ചെയ്യാം എന്നെ പറയായിരുന്നു അതുകൊണ്ട് എന്തിനാ എന്നെ പറയുന്നു അതെ പ്ലീസ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറയൂ എന്ന് പറയുന്നു ശരി ഞാൻ ചെയ്യാൻ പറയായിരുന്നു നമ്മൾ പറയുന്ന കേട്ട് അനുവിൻ്റെ ചേച്ചിയാണ് നമ്മുടെ ജിമിനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അനുവിൻ്റെ ചേച്ചീനെ ജിമിനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഓൾറെഡി ജിമിനിക്ക് മാരേജ് ആയി ഡിവോഴ്സ് ആയിരുന്നു അത് ജിമിനിക്കും ബേബീസും ഉണ്ടു അതുമാത്രമല്ല അതെ നമ്മൾ ഹീറോയിൻ്റെ അനുവിൻ്റെ ചേച്ചി ജിമ്മിൻ്റെ ബയാസാണ് ജിമ്മിനെ അവൾക്ക് പിടിക്കുമോ ഹീറോയ്ക്കും അറിയൂ ശരി ഓക്കെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം അതല്ല സാർ നിങ്ങൾക്ക് ഡിവോഴ്സായിന് എന്ന് പറയായിരുന്നു അതിനായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ജങ്കുക്ക് പറയുന്നു എനിക്കവളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ജങ്കുക്ക് ഇത് വിട്ട് ശരിയാവില്ല ഹീറോയ്ക്ക് ജിമ്മിനിക്കും ഒത്തുപോകാനുണ്ട് ഒരു വേള ജിമ്മിനിക്ക് ഹീറോയ്ക്ക് മാരേജ് ചെയ്യുക ജിമ്മിനിൻ്റെ അടുക്ക് ജങ്കുക്കോട് നീ പ്രിയാണ് മാരേജ് ചെയ്യിക്കുക എന്നെ ഹീറോയിൻ്റെ ഇവർ ജങ്കുക്ക് മമ്മി ഡാഡി പറയണം അതെനിക്ക് സെറ്റാവില്ല അപ്പം ജിമ്മിനിക്ക് മാരേജ് ചെയ്യിക്കാൻ ഇവർ രണ്ടുപേരും കരച്ച എന്ന് പറഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങിയത് ഇത് ജങ്കുക്കൊക്കെ ടെൻഷനാകാൻ തുടങ്ങിയത് ഇത് വിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു ഹീറോയിൻ നല്ല ഉറക്കം രാത്രിയായിരുന്നു ചങ്കൊക്കെ ഹീറോയിനെ ഒരുപാട് കണ്ട് ചങ്കൊക്കെ ഒരു ലുക്ക് ഇട്ടായിരുന്നു എന്താ ഇത്ര നല്ല ഗോൾ ഇവളെ ഞാൻ തന്നെ മാരേജ് ചെയ്യുക എന്ന് ചങ്കൊക്കെ പ്ലാൻ ഇടാൻ തുടങ്ങിയായിരുന്നു ഹീറോയ്ക്ക് മാരേജ് ശരി നാളെ പറയും എന്ന് ചങ്കൊക്കെ കുറച്ച് ടൈം കൊടുത്തായിരുന്നു ചങ്കു ഹീറോയിനെ നോക്കിയിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു ചങ്കു ഹീറോയിനെ ഫുള്ള് നോക്കിയായിരുന്നു ഇന്ന് ചിങ്കുക്കോ നല്ല ഹീറോ ഉറക്കായിരുന്നു ലിപ്പിലൊരു കിസ് അടിച്ച് പോയിരുന്നു ഇതല്ല ഇത് ജങ്കുക്ക് മമ്മി നോക്കിയായിരുന്നു ജങ്കുക്ക് മമ്മി ഇല്ലത്താൻ ചിരിക്കായിരുന്നു ശരിടാ എനിക്ക് അവളെ പിടിച്ചായിരുന്നു എന്നെ പറഞ്ഞു ജങ്കുക്ക് ടൈം കൊടുത്തായിരുന്നു മമ്മി ഡാഡി പറയാൻ ജങ്കുക്ക് എന്നെ രാവിലെ അവൻ ജങ്കുക്ക് കേൾക്കാൻ ജങ്കുക്ക് എനിക്ക് ഓക്കെ എന്ന് പറയുന്നു ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെയായിട്ട് മാരേജ് കാര്യം പറയുന്നു അങ്ങനെ നേരെ മാരേജ് എന്ന് പറയുന്നു അതുമാത്രമല്ല ജിമ്മിന് മമ്മി ഡാഡി വന്നിട്ടുണ്ട് ജിമ്മിനൊക്കും പിടിക്കും പറയുന്നു അതുകൊണ്ട് ജിമ്മിനിക്കും രണ്ടുപേർക്കൊക്കത്തെ മാരേജ് ചെയ്തായിരുന്നു ജിമ്മിൻ്റെ കാര്യം ഹീറോയോട് ജിമ്മിൻ്റെ കാര്യം പോയിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് അനുവിൻ്റെ മമ്മീനോട് പറഞ്ഞു അവർക്ക് ഓക്കെ എന്ന് പറയായിരുന്നു അതായത് അനുവിൻ്റെ ചേച്ചീനെ ഒരാൾ ടോർച്ച് ചെയ്യും അനുക്ക് ഭയങ്കര ഇഷ്ടമില്ല ജിമ്മിന് പറഞ്ഞ് അനുവിൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം അനുവിൻ്റെ അമ്മയ്ക്ക് അവളുടെ അറിയും അനുവമ്മ ശരി ഓക്കെ എൻ്റെ ചേച്ചിക്ക് മാരേജ് കഴിക്കുക എന്ന് പറഞ്ഞു ശരി ഓക്കെ എന്നാ പറയായിരുന്നു അങ്ങനെ രണ്ടുപേർക്കും ഒക്കത്തെ മാരേജായി ജിമ്മിനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെയായിട്ട് മാരേജായി കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഇപ്പോൾ കൊറിയയിലുള്ളത് കൊറിയയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അനു വീണ്ടും വന്നായിരുന്നു ഹീറോയ്ക്ക് ഇപ്പോൾ കുറേ ഡേയ്സ് പോകാൻ ഹീറോയ്ക്ക് വരുന്നിട്ടായി ഹീറോയ്ക്ക് ബേബി സാലിട്ട് ജിമ്മിന് ഭയങ്കര റൊമാൻസ് ചെയ്ത് ഭയങ്കര ടോർച്ചാണ് ജിമ്മിന് വിട്ട് നീ എന്തോ ടോർച്ചാണ് ഹീറോയി പറയായിരുന്നു എന്താടി പറയായിരുന്നു അങ്ങനെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലിക്സ് പറഞ്ഞ ഒരു ഫ്രണ്ട് മതിയായിരുന്നു ഫ്ലിക്സിക്ക് പിന്നെ അനുവിനെയൊക്കെ ഇഷ്ടപ്പെട്ടത് അനുക്കും ഫ്ലിക്സിക്കും മാരേജ് ആയിരുന്നു ഇന്ത്യക്കാണ് കേരളത്തിൽ വന്നത് അതുകൊണ്ട് അനുക്കും മാരേജായി എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് ഡേയ്സ് നടത്തുന്നത് ഹീറോ ഇപ്പം ചങ്കുക്കു ഇവിടെ തന്നെ പറഞ്ഞ ഹീറോ ചുങ്കുമാവ വേണോ എനിക്ക് എന്ന് പറഞ്ഞ ഹീറോയിനെ കിസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി ഇങ്ങനെ എല്ലാവരും വീച്ചായിട്ടുണ്ട് എൻജോയ് തുടങ്ങാൻ ഇപ്പം ഹീറോയ്ക്ക് പറഞ്ഞാൽ അതെ ഹീറോയ്ക്ക് ഓൾറെഡി ബേബീസ് ഇപ്പം ഹീറോയ്ക്ക് ചങ്കുക്ക് ഫസ്റ്റ് ബേബി ട്വിൻസ് ഓൾറെഡി ഉണ്ട് അതുമാത്രമല്ല ഹീറോയ്ക്ക് ഇപ്പം ഹീറോയ്ക്ക് 3 കുട്ടികൾ വീണ്ടും അതെ ഹീറോയ്ക്ക് പറഞ്ഞ 3 കുട്ടികൾ ജനിച്ചായിരുന്നു ഹീറോയ്ക്ക് അതുമാത്രമല്ല ഇപ്പോൾ ഹീറോയ്ക്ക് പറഞ്ഞ 2 ബോയ്സും ഒരു ഗേൾ ഇപ്പോൾ ഒരു ഗേൾ പറഞ്ഞ കുട്ടി വയസ്സ് പറഞ്ഞ
3 വയസ്സായത്രേ. ഇപ്പം കുട്ടി ജങ്കുക്ക് നോക്കി മുറയ്ക്കായിരുന്നു. എന്താ ജങ്കുക്കിന് ചെയ്യുന്നത് പറയുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ക്ലോസ് ആയി ജങ്കുക്ക് പറയുന്നു. ഓ എന്ന് പറഞ്ഞ് ഹീറോ ഓടി പോയി ബീച്ചായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ. ഹീറോയിൻ്റെ മമ്മി ഡാഡി പറഞ്ഞു എന്താ ഇവിടെ നടക്കുന്നതായിരുന്നു. കുട്ടികൾ ഒരു കെയറിങ് ചെയ്തിറങ്ങിയത്. എല്ലാം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയി ജോലി ചെയ്തായിരുന്നു. എല്ലാവരും സംസാരിക്കാം. ജങ്കുക്കിനെ എക്സ് വൈഫ് ജങ്കുക്കിനെ നോക്കുന്നു. ജങ്കുക്ക് ജങ്കുക്ക് ഓടക്ക് പോകുന്നു നോക്കുക. ജങ്കുക്ക് മമ്മിയോട് പറയുന്നു ബേബിനെ നോക്കും. ഹോട്ടലിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്കിന് ഫോളോ ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ ആ പെണ്ണ് വന്നായിരുന്നു. ജങ്കുക്ക് അങ്ങനെയായിട്ട് ജങ്കുക്കിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അങ്ങനെയായിട്ട് റൂം പറഞ്ഞാൽ ജങ്കുക്ക് അങ്ങനെയായിട്ട് അങ്ങനെ നോക്കുമായിരുന്നു. ജങ്കുക്ക് ആ റൂമിൽ എടുത്തോട്ട് പോകുന്നത് കണ്ടായിരുന്നു. ആ പെണ്ണിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്താ ചെയ്യാൻ പറഞ്ഞു ഇതാക്കായിരുന്നു. അങ്ങനെ ആ പെണ്ണുക്ക് എന്ത് ചെയ്യാനറിയില്ല. ജങ്കുക്ക് ജങ്കുക്ക് ഫോൺ വന്നായിരുന്നു. അങ്ങനെ ആ പെണ്ണ് വെളിയിൽ ഹീറോയിൻ ജങ്കുക്ക് ഫോൺ സംസാരിക്കാൻ പോയിരുന്നു. ആ പെണ്ണ് റൂമിൽ പോയിട്ട് ഒണിച്ചിരുന്നായിരുന്നു. ജങ്കുക്ക് ഉള്ളിൽ വന്നിരുന്നു. ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യാൻ നോക്കിയിരുന്നു. ജങ്കു ഡ്രസ്സ് അയക്കാൻ നോക്കി. ഇവനക്കുള്ള ഷോക്കായിരുന്നു. ജങ്കുക്ക് എന്നെ വെച്ച് വായിക്കുക. ജങ്കു തിരിഞ്ഞ് നോക്കുമ്പോൾ ജങ്കുക്ക് എക്സ് വൈഫ് എന്താ അവിടെ നടക്കുന്നത് ഇവളാരാ എന്ന് പറഞ്ഞ് ജങ്കുക്ക് വഴക്കുണ്ടാക്കുക തുടങ്ങി. അതുമാത്രമല്ല ജങ്കുക്ക് പറയായിരുന്നു നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. ജങ്കുക്ക് ടെറർ പീസ് കേട്ട് ആ ജങ്കുക്ക് അവൻ്റെ വാദം വിട്ടു. ജങ്കുക്ക് വഴക്ക് പറയാൻ തുടങ്ങി. നീ എൻ്റെ വൈഫിനെ കൂടെ എന്താ ചെയ്യുന്നത് എന്ന് ജങ്കുക്ക് വഴക്ക് പറയാൻ തുടങ്ങി. അവളെ ഹസ്ബൻഡാണ് വന്നത്. ഇപ്പോൾ മാരേജ് കഴിച്ചായിരുന്നു. ജങ്കുക്ക് പറയണു എന്താ നിൻ്റെ വൈഫ് കൂടെ ഞാൻ എന്താ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വൈഫ് കൂടെ ജോലി എൻജോയ് ചെയ്യുന്നതാണെന്ന് പറയുന്നു. എന്താ നിൻ്റെ വൈഫ് വന്നിവിടെ ടോർച്ചറാക്കാൻ വിളിച്ചോണ്ട് പോകുമെന്ന് പറയായിരുന്നു. ജങ്കുക്ക് പറഞ്ഞേക്ക് ജങ്കുക്കിന് ആ പെണ്ണ് പറയായിരുന്നു. ജങ്കുക്ക് കണ്ട് കഥ പോയിരുന്നു. പിന്നെ ആ പെണ്ണിൻ്റെ ഹസ്ബൻഡ് അവനെ വിളിച്ചോണ്ട് പോയിരുന്നു. സോറിപ്പാ എന്ന് പറഞ്ഞു. സോറി നിങ്ങൾ വൈഫിനെ വിളിച്ചോണ്ട് പോയിക്കോ എന്ന് ജങ്കുക്ക് പറയായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു ഫ്ലാഷ് ബാക്ക് ലൈഫാണ് ജങ്കുക്ക് പറയുന്നത്. ഇവരെ ഹാപ്പിയായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് എൻ്റെ ഒരു ബോയ് ജനിച്ചു. കുറേ ഡേയ്സ് പോകുമ്പോൾ ഹീറോയ്ക്ക് ഒരു ക്യൂട്ടായിട്ട് ഒരു ബോയ് ബേബി ജനിച്ചായിരുന്നു. ഹീറോയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവർക്കും കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്തു. ജങ്കുക്ക് ഷൂട്ടിങ് പറഞ്ഞ ഹീറോയും കൂടെ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിട്ട് ജോലി ഇങ്ങനെ ഡേയ്സ് നന്നായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. ഇതിൻ്റെ ബേബീസ് എല്ലാം നന്നായിട്ട് ആക്ടിങ് ഭയങ്കര ഡാഡിമാർ നന്നായിട്ട് സോങ്സ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പി ഫാമിലി ഫോട്ടോസ് എല്ലാം എടുത്ത് എൻജോയ് ചെയ്യാൻ ഫാമിലി ഫോട്ടോസ് അവർ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറി.